നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ തൊഴിൽ ചെയ്യുന്ന പ്രവാസികളെ തേടി ഇതാ ഒരു മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. അതായത് സ്വന്തം സ്പോൺസർമാരുടെ കീഴിൽ ജോലി ചെയ്യാത്ത പ്രവാസികൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി വീണ്ടും സൗദി പബ്ലിക് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് രംഗത്ത്. ഇത്തരക്കാർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നടപ്പാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്പോൺസറില്ലാതെ പുറത്ത് ജോലി ചെയ്യുന്നതോ അനധികൃതമായി സ്വന്തം ബിസിനസ് നടത്തുകയും ചെയ്യുന്ന പ്രവാസികൾക്കെതിരെയാണ് ഈ മുന്നറിയിപ്പ്. അതായത് സ്വയം തൊഴിൽ ചെയ്യുന്ന പ്രവാസികൾക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും നാടുകടത്തലും നടപ്പാക്കുമെന്നും പൊതുസുരക്ഷാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ സ്വന്തം സ്പോൺസർഷിപ്പിലുള്ള തൊഴിലാളികളെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന സ്പോൺസർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1 ലക്ഷം റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ചുമത്തും. അടുത്ത 5 വർഷത്തേക്ക് പുതിയ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് നിരോധിക്കും. അതിർത്തി സുരക്ഷാ നിയമലംഘകർക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് ജോലിയോ താമസമോ യാത്രയോ നൽകുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും. കൂടാതെ യാത്രാ സഹായം നൽകിയ വാഹനം, താമസ സൗകര്യം നൽകിയ കെട്ടിടവും കണ്ടുകെട്ടുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം സൗദി അറേബ്യയിലെ മിക്ക ഡയറി കമ്പനികളിലും അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില 33% വരെ ഉയർത്തി. ജനുവരി 1 ഞായറാഴ്ച മുതലാണ് കമ്പനികൾ പാൽ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തിയിരിക്കുന്നത്. സൗദി ഡയറി ഭീമനായ അൽമറാവി ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയർത്തിയതോടെ ഉപഭോക്താക്കൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞായറാഴ്ച മുതൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച കാര്യം അതിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചിട്ടുണ്ട്. 3 പ്രധാന കാരണങ്ങളാണ് വർധനവിന് കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉൽപാദന ചേരുവകളുടെ ഉയർന്ന വില, കാലിത്തീറ്റയുടെ വില വർധന, കയറ്റുമതി ചെലവിലെ വർധന എന്നിവയാണ് 3 കാരണങ്ങൾ. ഈ ഘടകങ്ങൾ സമീപകാലത്ത് ഉൽപാദന ചെലവിൽ വൻ വർധനവ് കാരണമായെന്നും ഉയർന്ന ചെലവിന്റെ ഒരു ഭാഗം നികത്താൻ ഏതാനും പാലുൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ തരമില്ലെന്നുമാണ് കമ്പനികളുടെ വിശദീകരണം. നേരത്തെ 1.5 റിയാലിന് വിറ്റിരുന്ന പാൽ ഉൽപ്പന്നങ്ങളുടെ വില 2 റിയാൽ ആയാണ് ഉയർത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പാൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്തിമ ഉപയോക്താവിനുള്ള വിലയിലെ വർധനവ് ചില ഉൽപ്പന്നങ്ങളിൽ ഏകദേശം 33%. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.